1962 ബിർള കോഴിക്കോട് മാവൂര് സ്ഥാപിച്ച ഗോളിയോ റയോൺസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് നമ്മൾ ഈ പുറകിൽ കാണുന്നത്. ഈ വയനാട് നിലമ്പൂർ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഈ മുളകളൊക്കെ ബൾക്കായിട്ട് എടുത്തുകൊടുത്തിട്ട് അത് ഇവിടെ കൊണ്ടുവന്നിട്ട് പൾപ്പ് രൂപത്തിലാക്കാം. വസ്ത്രനിർമ്മാണ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു ഇതിൻ്റെ പ്രവർത്തനം. അങ്ങനെ കൊണ്ടുവരുന്ന മുളകളൊക്കെ പൾപ്പ് രൂപത്തിലാക്കാൻ കൂടുതൽ വെള്ളം ആവശ്യമുണ്ടായിരുന്നു. ഇത്രയും വെള്ളം റിസൈക്കിൾ ചെയ്ത് എടുക്കൽ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവിടെയുള്ള വേസ്റ്റൊക്കെ ചാലിയാറിലേക്ക് ഒഴുക്കിവിടാൻ തുടങ്ങി. മാത്രമല്ല, ഫാക്ടറിക്ക് അനുവദനീയമായ പരിധിക്ക് മുകളിൽ കാർബൺ ഡൈ ഓക്സൈഡ് പോലത്തെ വാതകങ്ങൾ പുറന്തള്ളി ഇവിടെയുള്ള ആളുകൾക്ക് ക്യാൻസർ പോലത്തെ മാരക രോഗങ്ങൾ പിടിപെട്ടു എന്നുമാണ് പഠനം. നാടിൻ്റെ വികസനത്തിനും നാട്ടുകാരുടെ തൊഴിലിനും ഈ സ്ഥാപനം പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കോഴിക്കോടിൻ്റെ പ്രതാപകാലം തന്നെ ഈ കമ്പനിയായിരുന്നു എന്നാണ് ഇവിടുത്തെ പഴയ ആളുകളൊക്കെ പറയുന്നത്. പ്രദേശത്തുള്ളവർക്ക് അസുഖങ്ങൾ കൂടി വന്നതിനെ തുടർന്ന് ഈ ഫാക്ടറിക്കെതിരെയുള്ള പ്രതിഷേധം ശക്തമായി. അങ്ങനെ 1999 ഒക്ടോബർ 10 ഇതിൻ്റെ പ്രവർത്തനം എന്നേക്കുമായി നിർത്തിവെച്ചു. ഇപ്പം ഇവിടെ വന്നാൽ നമുക്കിതാ ഇങ്ങനെ കാട് മൂടി കിടക്കുന്ന ഈ ഒരു പഴയ ബിൽഡിങ്ങ് കാണാൻ കഴിയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പൊളിച്ചു തുടങ്ങിയിട്ടുണ്ട്, കുറേയൊക്കെ പൊളിച്ചൊഴിവാക്കി. ഇനി വന്നാൽ നമുക്ക് ഇതും കാണാൻ പറ്റാത്തതാണ്. ബാക്കി അവശേഷിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 400 ഏക്കറോളം സ്ഥലത്താണ് ഈ ഫാക്ടറി അന്ന് പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോൾ ഈ കാണുന്ന സ്ഥലം 400 ഏക്കറോളം വരും.